സംസ്ഥാനത്ത് വേനൽ ചൂട് വല്ലാതെ കടുക്കുകയാണ്. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് ഇന്നലെ പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെട്ടത്. 41.1 ഡിഗ്രി സെൽഷ്യസ്. ഇത് പാലക്കാട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂടായി മാറുന്ന സാഹചര്യം പ്രധാനമാണ്. എപ്പോഴും തണുപ്പ് ഉണ്ടായിരുന്ന അട്ടപ്പാടി പോലെയുള്ള പ്രദേശങ്ങൾ പോലും വല്ലാത്ത ചൂടിൻ്റെ പിടിയിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ ജലാശയങ്ങൾ പോലും വറ്റിവരേണ്ട അവസ്ഥ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. പാലക്കാടിൻ്റെ വിവിധ മേഖലകളിലെ ദൃശ്യങ്ങളിൽ പാടങ്ങൾ വിണ്ട് കീറിയിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. ചെടികൾ കരിഞ്ഞുണങ്ങുന്ന സാഹചര്യമുണ്ട്. കർഷകരും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കേരളത്തിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ചൂട് മുന്നറിയിപ്പ് തുടരുകയാണ്. അല്പമാശ്വാസം ഇടുക്കിയിലും വയനാട്ടിലുമാണ്. പക്ഷേ അവിടെയും താപനില സാധാരണയേക്കാൾ കൂടുതലാണ്. മിക്കയിടങ്ങളിലും സാധാരണയായി അനുഭവപ്പെടുന്ന ചൂടിനേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും ഗൗരവതരമായ സംഗതി തന്നെയാണ്. ഇത് സംസ്ഥാനത്തുടനീളമുള്ള ഒരവസ്ഥയാണ്. പൊള്ളൂരിലൊക്കെ ജനത്തിന് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ പറ്റാത്ത പശ്ചാത്തലം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പകല് വലിയ പൊള്ളുന്ന തരത്തിലുള്ള ചൂട്, മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ചൂട് അനുഭവപ്പെടുന്നുണ്ട്. നിർമ്മാണ തൊഴിലാളികൾ, ട്രാഫിക് നിയന്ത്രിക്കുന്ന പോലീസുകാർ, മറ്റ് ഇത്തരത്തിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഉപജീവന മാർഗമാണ് പലർക്കും. അതുകൊണ്ട് തന്നെ ജോലി ഉപേക്ഷിച്ച് ഈ ചൂടിനെ പേടിച്ച് മാറി നിൽക്കാൻ സാധിക്കില്ല, സംശയമില്ലാത്ത കാര്യമാണ്. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ അവസ്ഥയും വളരെ പെട്ടെന്ന് നമുക്ക് ചീത്തയായി പോകുന്നു എന്നുള്ള പരാതി വ്യാപാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാൻ, ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വലിയ ചൂടിലേക്ക് വരും വർഷങ്ങളിലും സംശയമില്ല ഇത് കൂടുക തന്നെ ചെയ്യും, കുറയില്ല. പശ്ചിമഘട്ടത്തിലെയൊക്കെ പ്രതിസന്ധികൾ ഇതിൻ്റെ കാരണമായി പറയുന്നുണ്ട്. കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് എന്താണ്? വേനൽ മഴ കൂടുതലായി കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? അസാധാരണമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് രഞ്ജിത്ത് അന്തരീക്ഷ താപനില മാറിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ആശങ്ക ഉളവാക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന് വേണം പറയാൻ. കാരണം 37 ഡിഗ്രിക്കും 41 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലേക്ക് പല ജില്ലകളിലും താപനില മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പാലക്കാട് ഇന്നലെ 41.1 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്ന അന്തരീക്ഷ താപനില. എടുത്തു പറയേണ്ട കാര്യം, വയനാട്, ഇടുക്കി ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും, അതായത് മറ്റ് 12 ജില്ലകളിലും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. താപനില ഉയരുമെന്ന മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. UV ഇൻഡെക്സിൽ ആശങ്കയുളവാക്കുന്ന തരത്തിലുള്ളൊരു മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൊല്ലത്തെ പുനലൂരടക്കം ഇപ്പോഴുമുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പുനലൂര് വലിയ ഉയർന്ന താപനില, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇത് നേരിട്ട് ഈ ചൂട് 11 മണിക്കും 3 മണിക്കും ഇടയിൽ ഏൽറ്റാൽ അത് ശരീരത്തിൽ പൊള്ളലേൽക്കുന്നതിന് സമാനമായ തരത്തിൽ, സൂര്യാഘാതം ഏൽക്കുന്നതിന് സമാനമായ തരത്തിലുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, ചർമ്മ പ്രശ്നങ്ങൾക്കൊക്കെ വഴിവെക്കും എന്ന് നേരത്തെ തന്നെ ആരോഗ്യ വകുപ്പും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരമാവധി രാവിലെ 11 മണിക്കും ഉച്ച കഴിഞ്ഞ് 3 മണിക്കും ഇടയിൽ വെയിൽ നേരിട്ട് ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി സമാനമായ തരത്തിൽ അത്യുഷ്ണം ഉണ്ടായേക്കും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പക്ഷേ ഒറ്റപ്പെട്ട് മഴ ലഭിക്കുന്നുണ്ട്. വേനൽ മഴ പലയിടങ്ങളിൽ ലഭിക്കുന്നുണ്ട്. മഴ പെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിറ്റേ ദിവസം മഴ പെയ്തതാണോ കഴിഞ്ഞ ദിവസം? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.